അത്യാവശ്യം നല്ലൊരു ഫോണൊക്കെ വേണമെന്ന് വിചാരിച്ചോല് ഫോൺ എടുക്കുന്ന ഒരു റേഞ്ച് അറിയണത് 25,000 റുപ്യക്ക് കയറാം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ കുറേ ഫോൺ എടുക്കാൻ പറ്റിയത് അതിൽ ഇച്ച് പറ്റിയ ഒരു 3 ഞാൻ ഇവിടെ പറയാൻ പോവാണ്. അതിൽ ആദ്യത്തേതാണെന്ന് വെച്ചാൽ റിയൽമിൻ്റെ 12 Pro എന്ന സാധനമാണ്. അത് നോക്കുമ്പോൾ നല്ല ഒരു പ്രീമിയം ലുക്ക്, അതാണല്ലോ ഇപ്പോൾ ആദ്യം പറയൽ. പ്രീമിയം ലുക്കാണ്, എന്താ ഒരു എഡ്ജ് ഡിസ്പ്ലേ ആണ്, അമോലെഡ് ഡിസ്പ്ലേ ആണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. സംഗതി ഒരു പ്രീമിയം ലുക്കിലുള്ള ഇപ്പോൾ ക്യാമറ ഒരു 2x ഒക്കെ കിട്ടുന്നുണ്ട്, ഒപ്റ്റിക്കൽ സൂം. അപ്പോൾ പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി കാരണം. ഇതൊന്നും ഞാൻ ഉപയോഗിച്ചതിൻ്റെ ശേഷമുള്ള റിവ്യൂ ഒന്നല്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ ആ ഫീച്ചർ കണ്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഫീച്ചർ വെച്ചാണ്ട് സംസാരിക്കാം. അപ്പോൾ മൊത്തത്തിൽ റിയൽമിൻ്റെ 12 Pro നോക്കുകയാണെങ്കിൽ 25,000-നുള്ളിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇപ്പോൾ അതിൻ്റെ പോരായ്മ എന്ന് പറയാൻ പറ്റിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പോരായ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 20,000-ൻ്റെ മുകളിലുള്ളൊരു ഫോണിലൊക്കെ ആ ഒരു പ്രൊസസ്സർ അറിയണത് സാധാരണ ഒരു ഒന്നുകൂടി മേലുള്ള സ്നാപ്ഡ്രാഗൺ 7 Gen ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി മട്ടായിനി. എന്നാലും ഇപ്പോൾ ഈ 6 Gen 1-ൻ്റെ സ്പീഡാണെങ്കിലും അതുപോലെ തന്നെ 7 Gen-ൻ്റെ സ്പീഡൊക്കെ ആണെങ്കിലും നമ്മൾ നോക്കിയിരുന്നാൽ അതൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മൾ ഉപയോഗത്തിന് വലിയ തടസ്സമൊന്നും വരില്ല എന്നുള്ളതുകൊണ്ട് 12 Pro നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു 25,000-ൻ്റെ ഉള്ളിൽ കേട്ടോ. റിയൽമിൻ്റെ ഒക്കെ മേലെ ഒന്നും കൂടി ഒരു ഒതുക്കുള്ള ലുക്കും ബെസൽസൊക്കെ വളരെ ചെറിയ ബെസൽസൊക്കെ കൊടുത്തുകൊണ്ട് 25,000-ൻ്റെ ഉള്ളിൽ വാങ്ങാൻ പറ്റിയ വേറൊരു ഫോണാണ് റെഡ്മിൻ്റെ നോട്ട് 13 Pro എന്ന് പറയുന്നത്. റിയൽമിയിലേറെ നല്ല പ്രൊസസ്സറുമാണ്, സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അമോലെഡ് ഡിസ്പ്ലേ, 60W ഫാസ്റ്റ് ചാർജർ കാര്യങ്ങൾ, 200 MP ക്യാമറ ഒക്കെ കൊടുത്തിരിക്കണേ. മെഗാപിക്സലിൽ പിന്നെ കാര്യമില്ല എന്നുള്ളത് പണ്ട് മുതൽക്കേ പറഞ്ഞു വരുന്നതുകൊണ്ട് അതുമല്ലാതെ മെയിൻ ചെയ്യണ്ട. എന്നാലും 25,000-ൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുകയെന്ന് മാത്രമല്ല, കുറച്ചുകൂടിയൊക്കെ ആൾക്കാർക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ട ഒരു ലുക്ക് ഇതാവാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ നിങ്ങൾക്ക് മട്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തോളി. പ്രോസസ്സർ നോക്കിയിട്ടാണ് നിങ്ങൾ ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിക്കാണ്ട് OnePlus-ൻ്റെ നോഡ് CE4 എടുത്തോളി. 25,000-ൻ്റെ ഉള്ളിൽ വാങ്ങാൻ പറ്റിയ വേറൊരു ഫോണാണ്. പ്രൊസസ്സർ എന്ന് മാത്രമല്ല 5500 mAh ബാറ്ററിയും പിന്നെ 100W ഫാസ്റ്റ് ചാർജറൊക്കെ കിട്ടുന്നുണ്ട്. മറ്റിലൊന്നും അത്രയല്ല. പ്രോസസ്സർ പറഞ്ഞില്ലല്ലേ, സ്നാപ്ഡ്രാഗൺ 7 Gen 3. മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു 3 ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഓരോ ഫോണിനും ഓരോ സംഗതിയാണുള്ളത്. ഇപ്പോൾ ലുക്കിലും പിന്നെ നമ്മൾ പൈസ കൊടുത്താൽ നമുക്കൊരു പള്ളറിഞ്ഞ ഫീലിംഗ് കിട്ടണമെങ്കിൽ അത് റെഡ്മി നോട്ട് 13 Pro ആണ്. പിന്നെ പ്രൊസസ്സറിൻ്റെ കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ ഏത് ഫോണാണ് കമ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടും ഒപ്പം വെച്ച് നോക്കിയാലൊക്കെയാണ്, ഒപ്പം വെച്ചാണ്ട് ഓരോ ആപ്പ് ഇങ്ങനെ ഓണാക്കി നോക്കിയാലൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാകാറില്ല. അത് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, നല്ല സ്മൂത്ത് തന്നെ ഉണ്ടാവും. എന്നാലും ഒരു മുൻതൂക്കം OnePlus നോഡ് CE4 ഉണ്ടാവും. ക്യാമറയുടെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ റിയൽമി ആവും ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് തോന്നുന്നു. അതിൽ 2x ഒപ്റ്റിക്കൽ സൂമൊക്കെ കൊടുത്താണ്. അപ്പോൾ പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ നല്ല മട്ടേക്കാരം. അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പോഴും 2x ഒപ്റ്റിക്കൽ സൂമൊക്കെ കൊടുക്കാനുള്ള പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്, ഒരു ബോർ പരിപാടിയാണ്. ഇപ്പോൾ റിയൽമിൻ്റെ 12 Pro Plus-ൽ 3x സൂം കൊടുക്കുന്നത് പിന്നെ 30,000-ൻ്റെ ഉള്ളിലാണ് വരുന്നത് ആ ഫോൺ. പ്രൈസ് 25,000-ൻ്റെ മേലെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഗതികളുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിൽ നത്തിങ്ങിൻ്റെ 2A ഇതിലെടുത്ത് പറയേണ്ട ഒരു ഫോണായിരുന്നു. അത് പിന്നെ ഞങ്ങളെങ്ങനെ വെച്ചാൽ ചെക്ക് ചെയ്തിട്ടൊന്ന് തീരുമാനിച്ചോളി. പിന്നെ പോക്കോൻ്റെ X6 Pro ഒക്കെ ഉണ്ട്, അത് പിന്നെ എച്ച് പറ്റിയില്ല ഇതിൽ പറയണേ.